ഒന്നര മാസം നീണ്ടുനിന്ന വാശിയേറിയ പരസ്യ പ്രചാരണത്തിനുള്ള കൊട്ടിക്കലാശം ഇന്ന് പാലക്കാട്ട് നടക്കുന്നു. മുന്നണി മാറ്റം, ട്രോളി ബാഗ്, സ്പിരിറ്റ്, ട്രാക്ടർ കള്ളപ്പണം, ഇരട്ട വോട്ട് തുടങ്ങി നിരവധി വിവാദങ്ങൾ പാലക്കാട്ട് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. ഈ അവസാന മണിക്കൂറുകളിൽ ഇപ്പോൾ എല്ലായിടത്തും പരമാവധി എത്തി വോട്ടുറപ്പിക്കാനുള്ള ശ്രമമാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ നടത്തുന്നത്. അക്ഷയ ദാമോദരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്, ഒപ്പം ജി പ്രസാദ് കുമാറുമുണ്ട്. അക്ഷയയിലേക്കാണ്. അക്ഷയ, നേരത്തെ പി സരിൻ വോട്ട് തേടുന്നതിൻ്റെ അദ്ദേഹത്തിന്റെ പ്രതികരണവും അവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ പ്രതികരണവും ഒക്കെയാണ് അക്ഷയ പങ്കുവച്ചത്. സമാനമായി മറ്റിടങ്ങളിൽ നിന്ന് മറ്റ് രണ്ട് മുന്നണി സ്ഥാനാർത്ഥികളുടെയും പ്രതികരണങ്ങൾ എല്ലാം വരുന്നുണ്ടായിരുന്നു. എത്രത്തോളം ഒരു കൊട്ടിക്കലാശത്തിന്റെ മൂഡിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട് പാലക്കാട്? രതീഷ്, ഓണത്തിന് തലേന്ന് ഉത്രാടപ്പാച്ചിലൊക്കെ പോലെയാണ് കൊട്ടിക്കലാശത്തിന് മുൻപുള്ള കുറച്ച് മണിക്കൂറുകൾ. ആ മണിക്കൂറിൽ വോട്ടോട്ടമാണ്, ഓടുകയാണ് പി സരിന് പിന്നാലെയാണ് ഞാനും നമ്മുടെ ക്യാമറാമാൻ മൽഗോഡ് സി മോഹനും ഉള്ളത്. അപ്പോൾ CITUക്കാരുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ചേട്ടാ, സ്ഥലം ഏതായിരുന്നു? കല്ലേക്കാട്. നിങ്ങൾ വോട്ട് ചോദിച്ചു കഴിഞ്ഞോ? എല്ലാ വോട്ടും ഇവിടുത്തെ CITU അല്ലേ? ഇത്തവണ ചിഹ്നമൊക്കെ മാറിയുണ്ട്. എല്ലാവരും പഠിപ്പിച്ചു കഴിഞ്ഞോ? എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വോട്ടും ഉറപ്പിച്ചു. ഞാൻ ചേട്ടനോട് ചോദിക്കട്ടെ, നിങ്ങൾ വോട്ട് ചോദിച്ചോന്ന്? ചേട്ടാ, വോട്ട് ചോദിച്ചോ? എല്ലാരും ഒന്ന് വോട്ട് കൊട്ടിക്കലാശം കളറാവും. എന്താ ചേട്ടന്റെ പ്രതീക്ഷ? ആരായിരിക്കും ജയിക്കാൻ? ഞങ്ങളുടെ പ്രതീക്ഷ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതെ അതെ, അട്ടിമറിയൊന്നും ഉണ്ടാവില്ല. അട്ടിമറി കാണാനില്ല എന്നാണ് ഇപ്പോ പറയാൻ പറ്റും. ശരി, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരിക്കും ജയിക്കാൻ പോയെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. CITU പ്രവർത്തകര് വലിയ പ്രചാരണം തന്നെയാണ് രതീഷ്. ഇവിടെ ഇപ്പോൾ CITU അങ്ങനെ പി സരിൻ ചെല്ലുന്ന ഓരോ ഇടത്തായിട്ട് ഓരോ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രചാരണം നടക്കുന്നത്. നമുക്ക് സരിന ഓടിപ്പോവാണ്, നമുക്ക് അതിന് പുറകെ ഓടി എത്താൻ പറ്റുന്ന ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് സമയത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ നൽകാനാവുമെന്ന് പ്രതീക്ഷിക്കാം. AK സ്റ്റെഫിൻ കൂടിയുണ്ട് നമുക്കൊപ്പം. ജി പ്രസാദ് കുമാർ, പ്രസാദിലേക്ക് എത്താൻ മുമ്പ് സ്റ്റെഫിനിലേക്ക്. സ്റ്റെഫിൻ, ഇപ്പോൾ എവിടെയാണുള്ളത്? എല്ലാവരും ഈ അവസാന വട്ട വോട്ടുറപ്പിക്കലിനുള്ള ഓട്ടമാണ്. പ്രത്യേകിച്ച് അവരവരുടെ കേന്ദ്രങ്ങളിൽ തന്നെയാണ് ഇന്ന് സ്ഥാനാർത്ഥികൾ ഉള്ളത് എന്നതാണ് പാലക്കാട്ടിൻ്റെ ഒരു കൗതുകം. സ്വന്തം പാളയത്തിലെ വോട്ട് ചോർന്ന് പോകുമോ എന്നൊരു ഭയം എല്ലായിടത്തും ഉണ്ടോ? രതീഷ്, ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവർക്ക് വോട്ടുറപ്പിക്കാൻ കഴിയുന്ന BJPയുടെ കൃത്യമായ പോക്കറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ സന്ദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ രാവിലെയൊക്കെ തന്നെ കണ്ടു, പിരാരി പഞ്ചായത്തിലെ BJP കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു വോട്ട് തേടിയിരുന്നത്, അല്ലെങ്കിൽ ആ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഒരു ഗൃഹസന്ദർശനം അടക്കമുള്ള പരിപാടികൾ. ഇപ്പോൾ ഏതായാലും കൃഷ്ണകുമാർ പാലക്കാട് നഗരസഭ കേന്ദ്രീകരിച്ച് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അദ്ദേഹം പോകാൻ പോകുന്നത് ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് ആണ്. അത് ഈ പ്രധാനമായും പല കാര്യങ്ങൾ, ഈ സർക്കാരിൻ്റെ വീഴ്ചയടക്കം പല കാര്യങ്ങൾ ഇൻഡോർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോടടക്കം നേരത്തെ പറഞ്ഞത്. ഏതായാലും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ തന്നെയാണ് BJP വയ്ക്കുന്നത്. തുടക്കം മുതൽ ആദ്യഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യം മുതൽ കോൺഗ്രസിൽ വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറി, ഈ സരിൻ്റെ സ്ഥാനാർത്ഥിത്വം, അതൊക്കെ ആയി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രതിരോധത്തിൽ നിന്നുവെങ്കിൽ ഇങ്ങനെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ BJPയിലാണ് നേരിയ തോതിലെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുന്നത്, സന്ദീപ് വാര്യരുടെ ആ ഒരു കൊഴിഞ്ഞുപോക്കോടുകൂടി. പക്ഷേ എങ്കിലും അതൊന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ല. സന്ദീപ് വാര്യർ പോയത് ഏതായാലും പാർട്ടിക്ക് ഗുണം ചെയ്യും. കാരണം വിട്ടുനിന്ന പ്രവർത്തകർ ഒന്ന് യോജിച്ച് ഊർജ്ജസ്വലരായി പ്രവർത്തിക്കുന്നതിന് അത് കാരണമായി. കാരണം സംഘടനയെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് അതിൽ നിന്ന് ഒരാൾ പോകുന്നത്. അത് സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് BJP അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് പരമാവധി ആ BJP പോക്കറ്റുകളിലേക്ക് പോയി വോട്ടുറപ്പിക്കുക എന്നതാണ് സ്ഥാനാർത്ഥി ലക്ഷ്യമിടുന്നത്. ഏതായാലും ആ കൊട്ടിക്കലാശത്തിൻ്റെ മൂഡിലേക്കൊക്കെ തന്നെ പാലക്കാട് എത്തുന്നു. ഉച്ചയോടുകൂടിയൊക്കെ അത് അതിൻ്റെ മൂർധന്യത്തിലേക്ക് എത്തും. കാരണം വലിയൊരു ആവേശം എല്ലാ സ്ഥലങ്ങളിലും. കാരണം 3 സ്ഥാനാർത്ഥികളും 3 മുന്നണികളും വിജയം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് പാലക്കാട് പ്രവർത്തനം കൂടുതൽ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരി, ജി പ്രസാദ് കുമാർ കൂടിയുണ്ട്. പ്രസാദ് ദീർഘകാലം അവിടെ മാധ്യമപ്രവർത്തകരായി ജോലി ചെയ്താണ്. മാത്രമല്ല പ്രസാദിൻ്റെ സ്വദേശമാണ്. അവിടുത്തെ മലരും ചുഴിയുമെല്ലാം അവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ നീക്കങ്ങളും നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. എല്ലാ തിരഞ്ഞെടുപ്പുകളും അവിടെ റിപ്പോർട്ട് ചെയ്തതാണ്. എല്ലാ നേതാക്കളുമായും വലിയ അടുത്ത പരിചയമുണ്ട്. പതിവ് പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഒന്ന് പാലക്കാട് സംഭവിക്കും എന്ന് തോന്നുന്നുണ്ടോ?
രതീഷെ കലങ്ങി മറിയുകയാണ്. നമുക്കിപ്പോൾ പ്രവചനം നടത്താൻ പറ്റാത്ത സാഹചര്യമാണ് പാലക്കാട് എന്ന് പറയാം. ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം മുതൽ നമ്മൾ ടെസ്റ്റുകൾ ഏറ്റവും അവസാനം കണ്ടത് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ ഒരു വിമത ശബ്ദമായിരുന്നു കെ മുരളീധരൻ. പക്ഷേ കെ മുരളീധരൻ സന്ദീപ് വാര്യർ ഇന്ന് പാലക്കാട് മണ്ഡലത്തിന് പുറത്ത് ശ്രീകൃഷ്ണപുരം എന്ന സ്ഥലത്ത് ഒരു ബാങ്കിന്റെ ഉദ്ഘാടന പരിപാടിയിൽ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന ഒരു സ്ഥിതി കൂടെ വന്നു. ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ ഇനി വോട്ടെടുപ്പിന് ബാക്കി. അപ്പോൾ തന്നെ ആ കോൺഗ്രസിലെ ഒരു പ്രശ്നങ്ങളൂടെ തീർക്കാനുള്ള അല്ലെങ്കിൽ ടെസ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കണം. ഓരോ ദിവസവും ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ സംഭവിക്കുമെന്ന് പറയാനും കഴിഞ്ഞാൽ കാലങ്ങൾ 2016 ശേഷം CPM ഏറ്റവും ശക്തമായി മണ്ഡലത്തിൽ പ്രചാരണത്തിൽ അല്ലെങ്കിൽ സാമ്പത്തികമായാലും അണികളിലായാലും വലിയ രീതിയിലൊരു ഒഴുക്ക് ശക്തമായ പ്രചാരണ കോലാഹലം CPM ഉണ്ടാക്കുന്നു. BJP ആവട്ടെ കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് വളരെ സൈലൻ്റായ പ്രചാരണം നമുക്ക് പ്രത്യക്ഷത്തിൽ BJP ഇവിടെ പ്രചാരണത്തിൽ കാര്യമായി ഉണ്ടോ എന്ന് പോലും സംശയം തോന്നിക്കുന്ന രീതിയിലുള്ള പ്രചാരണമാണ് BJPയുടെ ഭാഗത്തുണ്ട്. അങ്ങനെ അപ്പോൾ CPM ശക്തമായി വരുന്നു, BJP സൈലന്റ് ആവുന്നു. കോൺഗ്രസ് വിവാദങ്ങളിൽ നിന്നെല്ലാം കരകയറി ഇപ്പോൾ അവസാന ലാപ്പിൽ മുന്നിലേക്ക് എത്തിയ ഒരു സാഹചര്യം പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയൊരു മുൻതൂക്കം എന്ന രീതിയിലേക്ക് നമുക്ക് തോന്നും. പക്ഷേ എന്തെങ്കിലും